ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ അതാ നമ്മൾ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു അമ്പലം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാ നമ്മൾ തലേ ദിവസേ തീരുമാനിച്ച കാര്യമായിരുന്നു. പക്ഷെ ഇവിടേക്ക് വരണം എന്നല്ല, നമ്മൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തേക്ക് പോകണം, ഞായറാഴ്ച ദിവസമല്ലേ, ലീവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സാവധാനം പോയി തൊഴുതിട്ട് വരാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പെട്ടെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ മാറ്റിയതായിരുന്നു, നമുക്ക് തിരുമാതാകുന്ന് പോയാലോ എന്ന്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോരുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പോണ വഴിക്ക് ഒന്നും കഴിക്കാതെ ഞങ്ങൾ ഒരു ഇളനീര് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ ഒന്നും കൊടുക്കാതെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇളനീരൊക്കെ വാങ്ങിക്കൊടുത്ത് തന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. പിന്നെ ഒരു വിധത്തിൽ സോപ്പിട്ടിട്ടായിരുന്നു സ്റ്റെപ്പൊക്കെ കയറിച്ചത്. എനിക്ക് നടക്കാൻ വൈകിക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന അടവ് മൊത്തം എടുക്കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ എത്തി തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ കിങ്ങിണിയുടെ പാവാട കഴിഞ്ഞിട്ട് ഞാനത് ശരിയാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. ഇത് തയ്ച്ച സമയത്ത് ഒന്ന് പാകമായിരുന്നു, ഇപ്പം ആളൊന്ന് വലുതായി എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതാ ഞാൻ കാണിക്ക വെക്കാൻ ചില്ലറ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് പിന്നെ കാണിക്കിടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ സംഭാവന എഴുതിയിട്ട് പോരട്ടെ ചെയ്തത്. പിന്നെ എൻ്റെ നടത്തം കണ്ടാലും പേടിക്കണ്ട, ഞാൻ എല്ലാവരുടെ കായ്ക്കും നോക്കിയിട്ടാണ് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെരുപ്പിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാനുള്ള ക്യൂ ആയിരുന്നു. പക്ഷെ ഒരു മനുഷ്യൻ്റെ കല്ല് ചെരുപ്പ് കാണാമല്ലോ. അപ്പോൾ അവിടെ ബോർഡ് ഉണ്ടായിരുന്നു ചെരുപ്പ് വെച്ചാൽ അകത്ത് കയറാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ ചെരുപ്പ് അവൻ പുറത്ത് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി കേട്ടോ. നല്ല സാമ്പാറും ചോറും എലിശ്ശേരിയും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ട മറ്റു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ മുമ്പേ ഇവിടെ വന്നിട്ടുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവിടുത്തെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അവിടുത്തെ ഫുഡ്. പിന്നെ അവിടെ നിന്ന് ഇതാ കുപ്പിവള ഉണ്ടായിരുന്നു കേട്ടോ. എപ്പോൾ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വാങ്ങിയിട്ടാണ് ഞാൻ പോരാറുള്ളത്. അപ്പോൾ അതൊരു കുപ്പിവളയും കുറച്ച് കുപ്പിവളയും വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നേ. അത്ര കേട്ടോ ഇന്നത്തെ വീഡിയോ.